നമസ്കാരം. ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ നാട്ടിൽ ഒരു ബൈക്ക് ആക്സിഡൻറ്റിൽ മരിച്ച ഒരു പയ്യൻ്റെ ഒരു ന്യൂസ് കണ്ടു. ഇപ്പം ബൈക്ക് ആക്സിഡൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമൺ ആയിട്ടൊരു സംഭവമായി മാറിയിരിക്കുകയാണ്. അമിത വേഗത്തിൽ കുഞ്ഞുങ്ങൾ വണ്ടി ഓടിക്കുകയും പലപ്പോഴും ഈ ഒരു പക്വത എത്താത്ത ഈ കുഞ്ഞുങ്ങളുടെ കയ്യിലോട്ട് വളരെ സ്പീഡിൽ പോകുന്ന ബൈക്കുകളൊക്കെ കൊടുക്കും. നമ്മളുടെ ഈ ബൈക്കുകളുടെ സ്പീഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻ റോഡിന് ചേർന്ന ബൈക്കുകളൊന്നും അല്ല പലപ്പോഴും. അതൊക്കെ ഓടിക്കാൻ പറ്റുന്ന നല്ല വിദേശ റോഡുകളും അല്ല വലിയ വളവ് തിരിവില്ലാത്ത സ്ഥലത്തൊക്കെ ഓടിക്കേണ്ട ബൈക്കുകളൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ ഓടിക്കുമ്പോൾ ചിലപ്പോൾ ഉദ്ദേശിക്കുന്ന പോലെ സ്പീഡോ മറ്റു കാര്യങ്ങളോ കിട്ടണമെന്നില്ല. അതുമല്ല കൃത്യമായിട്ട് ട്രാഫിക് റൂൾസ് ഫോളോ ചെയ്തായിരിക്കത്തില്ലായിരിക്കും ചിലപ്പോൾ എതിരെ വരുന്ന വണ്ടികളും വരുന്നത്. ഞാൻ പറഞ്ഞേ ഓരോ പ്രായത്തിൻ്റെ കുഴപ്പമാണ്, നഷ്ടപ്പെട്ടു പോകുന്നത് ഒരു ജീവനായിരിക്കും. ഞാൻ പൂനെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എനിക്കൊരു ഹോണ്ട ആക്റ്റീവ ഉണ്ടായിരുന്നു. നമ്മുടെ ആക്റ്റീവ് വണ്ടി ഹോണ്ട ആക്റ്റീവ അല്ലേ. ഹോണ്ട ആക്റ്റീവ എന്ന് പറഞ്ഞാൽ വളരെ പുള്ളിങ് ഉള്ള വണ്ടിയാണ്, വളരെ സ്പീഡിൽ പോകാൻ പറ്റും, നല്ല കൺട്രോളിലായിരുന്ന വണ്ടി. അപ്പം അവിടുത്തെ ചില ഹൈവേകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സമയത്ത് ഒരു 2-3 ട്രാക്ക് കാണുമായിരിക്കും. ഒരു ബസ്സിനെ വേറൊരു ബസ് ഓവർടേക്ക് ചെയ്ത് പോകും. അപ്പം ചിലപ്പം ഈ ഹൈവേയുടെ ഈ ഡിവൈഡർ കാണത്തില്ല. നമുക്ക് ഈ എതിരെ വരുന്ന വണ്ടിക്ക് ഹൈവേയുടെ ആ ഒരു പോർഷൻ ഇൻ ബിറ്റ്വീൻ നമുക്കൊരു ഡിവൈഡർ ഉണ്ടല്ലോ, ആ ചില പോർഷനിൽ ഡിവൈഡർ കാണത്തില്ല. അപ്പം ചില സമയത്ത് വേഗതയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരു പ്രായത്തിൻ്റെതായ ഒരു എന്താ പറയുക എടുത്തുകേട്ടൊക്കെ ആയിരിക്കാം. ഒരു പ്രാവശ്യം ഇതേപോലെ തന്നെ ഒരു ബസ്സിനെ ഞാൻ ഓവർടേക്ക് ചെയ്ത് പോവുകയാണ്. ഞാൻ ബസ്സിനെ ഓവർടേക്ക് ചെയ്ത് പോകുമ്പം ആ ബസ്സുകാരൻ സാധാരണ സ്ലോ ആക്കണം, അയാൾ ആക്കിയില്ല. ഞാനിങ്ങനെ മുന്നോട്ട് ചെല്ലുമ്പോൾ എതിരെ വരുന്ന ബസ് ആ ബസ്സിനെ ഓവർടേക്ക് ചെയ്ത് വേറൊരു വണ്ടി വരികയാണ്. ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സിൻ്റെ വ്യത്യാസത്തിൽ എങ്ങനെയോ ഞാൻ ഈ വണ്ടിയെ ഇടിക്കാതെ ഞാൻ ക്രോസ് ചെയ്ത് മുന്നിൽ പോവുകയും, കാരണം ഞാൻ പറഞ്ഞ ഈ ഇടയ്ക്കത്ത് ഡിവൈഡർ ഇല്ലാത്തൊരു ഏറിയാണ്. അപ്പോൾ ബസ്സിന് പെട്ടെന്ന് കയറി ഇങ്ങേ സൈഡിൽ കൂടെ കയറി വേണമെങ്കിൽ വരാം. ആ രീതിയിൽ വരികയാണ് മറ്റേ എതിരെ വരുന്ന വണ്ടികൾ. അപ്പോൾ ആ ഒരു അവസ്ഥ എങ്ങനെയൊക്കെയോ ഒരുപക്ഷെ തന്നെ മിക്കവാറും വീട്ടിലിരുന്ന ആൾക്കാരുടെ പ്രാർത്ഥനയുടെ ഫലമായിരിക്കും എനിക്കൊരു അപകടമില്ലാതെ ഞാൻ രക്ഷപ്പെട്ടു. ഞാൻ റോഡിൻ്റെ സൈഡിൽ കൊണ്ടുവന്ന് വണ്ടി നിർത്തി 2 സെക്കൻഡ് ഞാൻ പ്രാർത്ഥിച്ചു. സത്യം പറഞ്ഞാൽ നമ്മളൊക്കെ ഒരു സിനിമാറ്റിക് മൂടി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ മുന്നിൽ കാലൻ നമ്മുടെ ഇതിൻ്റെ പോത്തിൻ്റെ മുകളിലിരിക്കുന്നത് ഞാൻ കണ്ടെന്ന് വേണമെങ്കിൽ പറയാം. അത് കഴിഞ്ഞ പിന്നെ ഞാൻ ഒരിക്കൽ പോലും ബൈക്ക് ഒരു അമിത വേഗത്തിലോ അല്ല നമുക്കൊരു അഹങ്കാരം പിടിച്ച് ഓടിയത് ഞാൻ ഓടിച്ചിട്ടില്ല. ഈ കുഞ്ഞുങ്ങൾക്കൊക്കെ നമ്മൾ വലിയ വണ്ടികളൊക്കെ മേടിച്ച് കൊടുക്കും, അവരുടെ ആഗ്രഹമാണ്, ഇല്ലെന്നല്ല. പക്ഷേങ്കിൽ ഈ കുഞ്ഞുങ്ങളൊക്കെ അത്രയും ഒരു മാനസികമായ ഒരു പക്വതയുണ്ടോ, അല്ലെ ഈ പറഞ്ഞ നമ്മുടെ റോഡിലൊക്കെ ഈ പല റീൽസൊക്കെ കാണുമ്പോൾ ഇവർ റീൽസൊക്കെ പോസ്റ്റ് ചെയ്യുമ്പോൾ നല്ല ഭയങ്കര റീച്ച് കിട്ടും. പക്ഷേ മരിച്ചു എന്ന് കണ്ടു കഴിഞ്ഞാൽ ഇത് പോസ്റ്റ് ചെയ്യാൻ ഒരു ഒറ്റ മനുഷ്യൻ പോലും കാണത്തില്ല. ഒരു മരണത്തിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വീട്ടുകാർക്ക് പോയി. നമ്മൾ ആലോചിക്കുക, കുഞ്ഞുങ്ങളെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുക. കാരണം ഇത്രയും ഞാൻ കാണുമ്പോൾ ഈ അടുത്തിടയ്ക്ക് എല്ലാം ഇങ്ങനെ ആക്സിഡൻറ്റ് കാണുന്നതെല്ലാം കൊച്ചു പിള്ളേരാണ് മരിക്കുന്നത്. അവർക്കെല്ലാം വലിയ വണ്ടികളൊക്കെ കൊടുത്തേക്കും. ചിന്തിക്കുക. താങ്ക് യു.